ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, നമ്മുടെ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളാണ് വരുന്നത്. സ്വർഗാരോപണ തിരുനാൾ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വല്ലപ്പോഴൊക്കെ ഞാൻ പെന്തക്കോസ്തുകാരുടെ ടോക്കുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ടോക്ക് കേൾക്കാൻ ഇടയുണ്ടായി. കാരണം അതിനകത്ത് എന്താ പറയുക, ദാനിയേൽ പൂർണ്ണത്തിലച്ചൻ പരിശുദ്ധ അമ്മയെ കുറിച്ച് 1-2 വാക്കുകൾ പറയാണ്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മറ്റൊരു ബ്രദർ പ്രധാനമായിട്ടും പറയുന്നത് അവര് അമ്മയ്ക്ക് വേറെ മക്കളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ഈ സോഷ്യൽ മീഡിയയും ഇത്തരം വാട്സാപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഒരു സത്യം ചേച്ചി പറയാണ്, ബൈബിളിലുടനീളെ പലയിടത്തായിട്ട് എഴുതി വെച്ചിരിക്കുന്നു, ദൈവത്തിന്റെ കാര്യങ്ങൾ രഹസ്യങ്ങളാണ്. അതെല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടുക അപൂർവമാണ്. കാരണം നമ്മളൊരു സംഭവം, ഒരു കഥ പോലെ കൊച്ചു കാര്യം കേട്ടിട്ടുണ്ട്. വിശുദ്ധ അഗസ്റ്റീനോസ് പാപത്തിൽ മുഴുകിയ ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ പുണ്യവാൻ ഒരു ദിവസം കടലിന്റെ തീരത്തിൽ കൂടെ നടക്കുകയാണ്. നടക്കുമ്പം ഒരു കൊച്ചുകുട്ടി ഒരു കക്കയില് വെള്ളം കോരി ഒരു കൊച്ചു കുഴിയുണ്ടാക്കി അതിനകത്തേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി ചോദിച്ചു, ഈ വിശുദ്ധൻ ചോദിച്ചു ഈ കുട്ടിയോട്, മോനെ നീ എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പൊ പറഞ്ഞു, ഞാൻ ഈ കടലിലെ വെള്ളം ഇതിനകത്തേക്ക് കോരി വറ്റിക്കുകയാണെന്ന്. അത് നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു അത്രേ. വിശുദ്ധൻ ദൈവത്തിന്റെ രഹസ്യം ധ്യാനിച്ചുകൊണ്ട് ഇതിന്റെ ഈ വലിയൊരു രഹസ്യം വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് നടക്കുകയാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഇത് ചിലപ്പോ സാധിച്ചു എന്നിരിക്കും, പക്ഷേ നിങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യം ഒരിക്കലും ആർക്കും മുഴുവനായിട്ട് വിവേചിച്ച് കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് പലർക്കായിട്ട് ആനയെ കണ്ടവൻ ആനയുടെ തുമ്പിക്കൈ തൊട്ടാൽ പറയും ആന നീണ്ടിട്ടാണ്. അത് കുരുടനായിരിക്കണം. കുരുടനായ ഒരു വ്യക്തി ആനയെ തൊട്ടാൽ പറയും ആന നീണ്ടിട്ടാണെന്ന് പറയും. കാല് തൊട്ടാൽ പറയും അത് തൂണ് പോലെ വണ്ണത്തിലാണ് എന്ന് പറയും. പിന്നെ എന്താ പറയാ മക്കളെ, ചെവി തൊട്ട വ്യക്തി പറയും അത് പരന്നിട്ടാണെന്ന് പറയും, ആന പരന്നിട്ടാണെന്ന് പറയും. അപ്പൊ എവിടെയാണോ തൊട്ടത് ആ തൊട്ട ആ രൂപമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതുപോലെയാണ് ദൈവത്തിന്റെ രഹസ്യങ്ങള്. അതെല്ലാവർക്കും പൂർണ്ണമായി വെളിപ്പെട്ട് കിട്ടുക സാധ്യമല്ല മക്കളെ. അതുകൊണ്ട് ആരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കിട്ടണ്ടേ. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പെന്തക്കോസ്ത് അനുഭാവിയായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് പൂർണ്ണമായിട്ട് ഒരു ധ്യാനം കൂടാൻ എനിക്കൊരു അവസരം ഉണ്ടാവുകയാണ്. ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് പരിശുദ്ധമ്മയുടെ ധ്യാനമായിരുന്നു അത്. എന്ന് വെച്ചാല് മരിയൻ ധ്യാനം. ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് അമ്മ എനിക്ക് ആദ്യം കാണിച്ചു തന്നത് നവവൃന്ദം മാലാഖമാരെയാണ്. ഈ നവവൃന്ദം മാലാഖമാർ എന്ന് പറയുന്നത് വയലറ്റ് കളറിലുള്ള മാലാഖമാര് സ്വർഗീയ യേശുവെ നന്ദി സ്തുതിപ്പിന്റെ കൃപ നൽകുന്ന മാലാഖമാരാണെന്ന്. നീല കളറ് അത് കാണുകയാണെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ നീല കളറ് കണ്ടാൽ അതിനർത്ഥം പരിശുദ്ധിയിലേക്ക് നയിക്കുന്ന മാലാഖമാരാണ്. പച്ച കളർ കണ്ടാൽ അതിനർത്ഥം സ്വർഗീയ ശ്രവണം തരുന്ന മാലാഖമാരാണ്. ഭദ്രാസനന്മാര്, ക്രോവേന്മാർ, ശ്രാപ്പേന്മാർ, ഭദ്രാസനന്മാർ. അപ്പോ ഈ സ്വർഗത്തിൽ നിന്ന് ഈ കോടാനുകോടി തലങ്ങൾ കടന്ന് ഇതിന് മാലാഖമാര് വന്ന് നമുക്കിത് വെളിപ്പെടുത്തി തരാതെ നമുക്കിതൊന്നും മനസ്സിലാവില്ല മക്കളെ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പം നമ്മുടെ സഭ അല്ലെങ്കിൽ പൂർവികര് നമ്മെ എന്ത് പഠിപ്പിച്ചുവോ അത് ഫോളോ ചെയ്തുകൊണ്ട് എളിമയോടെ പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് മുൻപോട്ട് പോയാൽ നമ്മൾ രക്ഷപ്രാപിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാൻ 2-3 വചനങ്ങൾ ഞാൻ അമ്മയെക്കുറിച്ച് പറയാണ്. ഇവര് പറയുന്നു അമ്മയ്ക്ക് വീണ്ടും വേറെയും മക്കളുണ്ട് എന്ന്. അതിന് ഒരു ഒറ്റ പോയിന്റ് ചേച്ചി പറയാണ്. കാരണം യേശു ഇങ്ങനെ പറയണത്, അവൻ അതുവരെ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന്. അതായത് അവസ്ഥ പിതാവ് പുത്രനെ പ്രസവിക്കുന്നത് വരെ അമ്മ അറിഞ്ഞില്ല എന്ന്. അതിനുശേഷം അറിഞ്ഞു എന്ന് വെച്ചാൽ പ്രാപിച്ചു എന്ന് അവര് പറയുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്, യേശു പ്രസവശേഷമാണ് ആ നിത്യപ്രകാശത്തെ അവസ്ഥ പിതാവ് കണ്ടത്. അതോടുകൂടി അതുവരെ ചിലപ്പോൾ ഭാഗികമായിട്ട് സ്വപ്നത്തിലൂടെയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ദർശനം മാത്രമേ അവസ്ഥ പിതാവിന് ഉണ്ടായിരുന്നുള്ളൂ. പ്രസവത്തിന് ശേഷം ആ കിടക്കുന്നത് രാജാതിരാജൻ നമുക്ക് യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണു തുറക്കുകയാണ്, ആത്മീയ നേത്രം തുറക്കുകയാണ്. ആ നിമിഷം ഔസേ പിതാവിന്റെ ആത്മീയ നേത്രം തുറക്കുകയാണ്. ഔസേ പിതാവ് ഉടനെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പുത്രനെ പ്രസവിച്ച സ്ത്രീ ആരെന്നറിഞ്ഞപ്പം ഔസേ പിതാവ് അവിടെ മുട്ടുകുത്തി കാണും. ഒന്ന് കൈകൂപ്പി അമ്മയെ നമസ്കരിച്ചു കാണും. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ദൈവത്തെ കണ്ടെത്താതെ, യേശുവിനെ തൊടാതെ, യേശുവിനെ കാണാൻ സാധിക്കാതെ ആർക്കും ഈ രഹസ്യമൊന്നും വിവേചിച്ച് കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്.
അപ്പോ ഞാൻ കണ്ടതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ബാധിക്കുമ്പം തെറ്റാണ് മക്കളെ അത്. ഹല്ലേലൂയ. ഒരമ്മ പറയും പോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഇന്നിപ്പോ ഒരമ്മയുടെ പ്രായമായില്ലോ എനിക്ക്. ഹല്ലേലൂയ. 30 വർഷമായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് മുഴുവനും ധ്യാനിച്ച് ഓരോ കാര്യങ്ങള് എന്നെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് കടന്നു പോവുകയാണ് ഞാൻ. സ്വർഗത്തിൽ നിന്ന് അനേകം പാട്ട് എന്നെ പഠിപ്പിച്ചു തന്നു ദൈവം. അതുപോലെ ഞാൻ ഒരു സംശയം ചോദിച്ചാൽ അന്ന് രാത്രി മുഴുവനും ഞാൻ 1001 പിതാവിനും പുത്രനും ഒക്കെ വെക്കും. അതായത് സ്തുതിക്കുമ്പോൾ വിടുതൽ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന മാലാകമാരെ പോലെ അനവരതം എത്ര പ്രാവശ്യം, കണക്കില്ലാത്ത പ്രാവശ്യം ഉദ്ഘോഷിക്കും. അപ്പോഴാണ് ചില രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെട്ട് കിട്ടുക. എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയും ഞാൻ കർത്താവിന്റെ മുൻപിൽ. 2, യേശുവിനെ പ്രസവിച്ചു അമ്മ. രാജാക്കന്മാര് വന്നു. അവര് 3 പേര് വന്ന് അമ്മയോടൊപ്പം പുത്രനെ കണ്ടു എന്നാണ് പറയുന്നത്. രാജാക്കന്മാര് ചെയ്ത പണിയാണ്. അമ്മയോടൊപ്പം അവർ പുത്രനെ കണ്ടു. അവർ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. അമ്മയെ ഇവിടെ ആരും ആരാധിക്കുന്നില്ല. പക്ഷേ അമ്മ രാജാവാണ് യേശുവെങ്കിൽ രാജ്ഞിയാണ് അമ്മ. പ്രൈസ് ദി ലോർഡ്. ത്രിലോക രാജ്ഞിയാണ് അമ്മ. ഹല്ലേലൂയ. 2ാമത്തെ പോയിന്റ്, ഞാനൊരു മാനുഷികമായിട്ടൊരു ഇത് വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഔസേപ്പിതാവും മാതാവും യേശുവാണ് കൂടെ ആയിരുന്നത്. യേശുവിനെ വളർത്തുക എന്നുള്ള ദൗത്യമാണ് പിതാവായ ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവര് 2 പേരും അന്നത്തെ കാലത്ത് അവരുടെ വീടൊക്കെ നമ്മൾ മാതാവിന്റെ വീടൊക്കെ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു വീട്ടില് നമ്മുടെ പോലെ 5-6 റൂമുള്ള ഒരു വീടൊന്നുമല്ല, അവരുടെ കൊട്ടാരം പോലത്തെ വീടുകളൊന്നുമല്ല. ആ വീട്ടില് ഇവര് 2 പേരും യേശു അപ്പുറത്ത് കിടക്കുമ്പോ ഇവരൊന്നിച്ച് കഴിഞ്ഞിട്ട് 5-6 മക്കളെ അവര് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് വിഡിത്തമാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അവർ ആത്മീയ മക്കളാണ്. ആത്മീയ നാഥയാണ് പരിശുദ്ധമ്മ. നമ്മൾ ജഡത്തിൽ നിന്ന് ജനിക്കുന്ന മക്കളുണ്ട്, ആത്മാവിൽ നിന്ന് ജനിക്കുന്ന മക്കളുണ്ട്. ഈ ജഡത്തിൽ നിന്ന് ജനിക്കുന്ന മക്കള് ഇതൊക്കെ ചിലപ്പോൾ പറയും. അവർക്ക് ഇതൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. എന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ആത്മാവിൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ആരാണെന്നും എന്റെ ജഡ ഇങ്ങനെ കരിഞ്ഞു എന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ എന്റെ മക്കളോട് പറയും, ഈ തെറ്റായിട്ടുള്ള പഠനങ്ങളൊന്നും കേട്ട് നിങ്ങൾ പകയ്ക്കരുത്. ഇതൊക്കെ അവസാന കാലത്ത് അന്ത്യക്രിസ്തുവിന്റെ കളികളാണ്. ഹല്ലേലൂയ. ഇനി മറ്റൊരു വചനം നമ്മൾ കേൾക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ എലിസബത്ത് ഗർഭിണിയാണെന്ന് പരിശുദ്ധമ്മയ്ക്ക് അറിവ് കിട്ടുകയാണ്. അമ്മ എലിസബത്തിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. എലിസബത്ത് അമ്മയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എന്നാണ് പറയുന്നത് കേട്ടോ. അമ്മയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ. അപ്പൊ അമ്മ അതിന്റെ ഉള്ളിലേക്ക് കടന്ന പാടെ തന്നെ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു കാണുമായിരിക്കാം. ഈ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടിയെന്ന് കണ്ടു. അപ്പൊ സ്നാപക യോഹന്നാന് പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ വേണ്ടിയാണ് അമ്മ അവിടെ വന്നിരിക്കുന്നതെന്നും ശുശ്രൂഷിക്കാൻ വന്നത്. ഇതും ഒരു പോയിന്റാണ്. അവിടെ ഉടനെ വചനം പറയണ ഇങ്ങനെ, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. ഇത് കൊച്ചുമകളാണെന്നും ബന്ധുക്കളാണ് അവര്. അതാരാണെന്നൊക്കെ നന്നായിട്ട് എലിസബത്തിന് അറിയാം. എന്നിട്ടും എലിസബത്ത് പറഞ്ഞൊരു വാക്കാണ്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ അമ്മ. പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് അത് കർത്താവിന്റെ അമ്മയാണെന്നും ആ അമ്മ നിത്യകന്യകയാണെന്നും അമ്മയ്ക്ക് യേശു അല്ലാതെ മറ്റൊരു മക്കളില്ല എന്നുള്ളതും പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് ഏത് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അങ്ങനെ ആരെങ്കിലും ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടമാണ് സത്യത്തിൽ പറഞ്ഞാല്. അമ്മയെ എത്രയോ പ്രാവശ്യം കണ്ടവളാണ് ഞാൻ. വെളിപാടിലെ അമ്മ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഒരു സ്ത്രീ എന്നൊക്കെ അമ്മേനൊക്കെ ഞാൻ ദർശനത്തില് എന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ ആരാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലേ. ജൂലൈ 26-ാം തീയതി സ്വർഗത്തിൽ നിന്ന് മേഘങ്ങൾക്ക് മേതെ സ്റ്റെപ്പായിട്ട് അതിനൊക്കെ സ്റ്റെപ്പുകള് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അമ്മയുടെ കയ്യിൽ ഉണ്ണീശോയാണ്. ഇറങ്ങി വന്നിട്ട് അമ്മേനോട് പറയാണ്, മോളെ ഇന്ന് എന്റെ പിറന്നാളാണ്, പള്ളിയിൽ പോവാൻ. പ്രൈസ് ദി ലോർഡ്. 2ാമത് ഒരു വലിയ സഹനത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോ എന്നോട് വന്ന് പറഞ്ഞതാ ഉണ്ണീശോയോടുള്ള ജപം ചൊല്ലാൻ. അപ്പൊ ഇന്ന് പെന്തക്കോസ്തുകാരോട് ഉണ്ണീശോ എന്ന് പറഞ്ഞാൽ അവര് സമ്മതിക്കൂ? അവര് സമ്മതിക്കില്ല. ഹല്ലേലൂയ. ഉയർത്ത ക്രിസ്തു അത് മാത്രം ആഘോഷിച്ചാൽ മതി എന്നാണ് അവര് പറയുന്നത്. എന്നാൽ അവര് നല്ല മനോഹരമായിട്ട് പരിശുദ്ധാത്മാവിന്റെ പാട്ട് പാടുന്നവര് ഞാൻ ഓരോ ടോക്കൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷെ എന്റെ പൊന്നു മക്കളോടെന്ന പോലെ അമ്മ നിങ്ങളോടൊരു കാര്യം പറയാണ്, ദയവുണ്ടായി നിങ്ങൾ പരിശുദ്ധ അമ്മേനെ വെച്ച് കളിക്കണ്ട. അത് നിങ്ങൾക്ക് നന്മയ്ക്കല്ല. കാരണം ലൂസിഫറിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് പരിശുദ്ധമ്മ. കുട്ടി സാത്താന്മാർക്കാണ് യേശുവിനോട് ശത്രുതയുള്ളൂ.
നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. പിതാവായ ദൈവത്തിന്റെ വാഗ്ദാനമാണത്. ഹല്ലേലൂയ. അതുകൊണ്ട് പിന്നെ വീണ്ടും വെളിപാടിന്റെ പുസ്തകത്തിൽ തന്നെ കുറെ ഇനി അമ്മ അവിടെ വചനം പ്രഘോഷിക്കാതിരിക്കുന്ന സമയത്ത് യേശു വചനം പ്രഘോഷിക്കാണ്. അപ്പൊ അമ്മ അങ്ങോട്ടേക്ക് കടന്നു വന്നു. അപ്പൊ ഇവര് പറഞ്ഞത് നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാൻ വന്നിരിക്കുന്നു. യേശു ഉടനെ തന്നെ പറഞ്ഞു, ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദരങ്ങൾ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇരിക്കുന്നവര് വചനം കേൾക്കുന്നവരാണ് എന്റെ അമ്മയും സഹോദരൻ. കർത്താവിന്റെ ദൗത്യമാണ് കർത്താവ പറഞ്ഞത്. എന്റെ ഒരു വൈദികനാവാൻ പോയി. അപ്പോ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുർബാന ചൊല്ലുമ്പോൾ അമ്മ അവിടെ വന്നു പറഞ്ഞാൽ ഇറങ്ങി പോവോ? ഇല്ല. ദൗത്യം അതാ. ലോകത്തിന് വേണ്ടി കലപ്പയിൽ കൈവച്ച് വന്നവനാണ്. ഇടയനാണ് ആ ദൗത്യം. ഇടയന്റെ ദൗത്യമാണത്. ആ ദൗത്യത്തിൽ പിന്നെ അമ്മയച്ഛനൊന്നുമില്ല എന്ന് വെച്ചാൽ അമ്മയച്ഛനും അല്ലാതെ ആവൂ. അവരുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റട്ടെ, അപ്പൊ കാണാം അതാരാണ് അമ്മ എന്താണെന്നുള്ളത് അപ്പൊ കാണാം നമുക്ക്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, അപ്പൊ അവിടെ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു. വെളിപാടിന്റെ പുസ്തകം 3:15 എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷത്തില് എലിസബത്ത് എന്താ പറഞ്ഞതെന്ന് നമ്മൾ കണ്ടു. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തില് ഇതുപോലെ തന്നെ കുരിശിന്റെ ചുവടെ 3 സ്ത്രീകൾ നിന്നിരുന്നതായിട്ടാണ് യോഹന്നാൻ പറയുന്നത്. അത് കുരിശിന്റെ ചുവടെ പരിശുദ്ധ അമ്മ, യേശുവിന്റെ അമ്മയായ മറിയം, പിന്നെ വേറെ 2 മറിയന്മാരെ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ സഹോദരി ക്ലോപ്പാസിന്റെ ഭാര്യ മറിയം എന്ന് പറയുന്നു. അമ്മയ്ക്ക് വേറെ സഹോദരിമാരൊന്നുമില്ല. അമ്മ ഒറ്റ മകളാണ്. യോവാക്യം ദമ്പതികളുടെ ഒറ്റ മകളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് അവിടെ പറയാണ് സഹോദരി. അപ്പൊ റിലേഷൻസിനെയാണ് ആ ഉദ്ദേശിച്ചിരിക്കണത്. നമ്മുടെ കസിൻസ് അപ്പുറപ്പുറയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ സഹോദരങ്ങളാണെന്ന് പറയില്ലേ, അത്രയേ ഉള്ളൂ ഇത്. അല്ലാതെ ഒരു കാരണവശാലും അമ്മയ്ക്ക് മറ്റു മക്കളില്ല. അമ്മ മറ്റു മക്കളെ പ്രസവിച്ചിട്ടില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം, അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു എന്ന് അമ്മയെക്കുറിച്ച് പറയുന്നതാണ്. ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെയാണ് പറയുന്നത്. യേശുവേ നന്ദി. ഹല്ലേലൂയ. പിന്നെ സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. സ്ത്രീയെ ഒഴുക്കിക്കളയാൻ എന്ന് വെച്ചാൽ എന്താ മക്കളെ അതിന്റെ അർത്ഥം? ആരാ ഈ സ്ത്രീ? പരിശുദ്ധമ്മ. അപ്പൊ സ്ത്രീ എന്ന് വിളിച്ചു എന്ന് ഇവർ പറയുന്നു. സ്ത്രീ എന്ന് വെച്ചാൽ അന്നത്തെ യഹൂദരുടെ ഭാഷയിൽ അത്രയും മനോഹരം. അപ്പൊ അതിനേക്കാൾ ഉപരി ഞാൻ പറയും, വെളിപാടിന്റെ പുസ്തകം 3:15 പിതാവായ ദൈവം പറഞ്ഞ സ്ത്രീയാണ് ആ സ്ത്രീ. അതുകൊണ്ടാണ് കുരിശിൻ ചൂട്ടിൽ വന്നപ്പോഴും സ്ത്രീയെ ഇതാ നിന്റെ മകൻ, മകനെ ഇതാ നിന്റെ അമ്മ. വേറെ മക്കളെ ഞാൻ മക്കളെ ഏൽപ്പിച്ചു കൊടുക്കും, വല്ലവരും ഏൽപ്പിച്ചു കൊടുക്കും. അമ്മോട് എന്നും എല്ലാവർക്കും സ്നേഹം, അതും ദൈവത്തിന്. അമ്മ എത്ര കരുതലോടെ കണ്ടു കാണണം. ഹല്ലേലൂയ. അടുത്തൊരു വചനം എന്റെ മക്കൾ കേൾക്കുമോ? സ്ത്രീയെ ഒഴുക്കിക്കളയാൻ. അപ്പൊ സ്ത്രീയെ നീക്കിക്കളയാൻ സർപ്പം തന്റെ വായിൽ നിന്ന് ജലം, എന്താ വചനം, നദി പോലെ അവളുടെ വചനം പറഞ്ഞിട്ട് അമ്മേനെ ഓടിച്ചു കളയുന്ന സാത്താൻ. എന്നാൽ അപ്പോൾ സർപ്പം സ്ത്രീയുടെ കുറെ പേര് നമ്മളെപ്പോലുള്ള ഒരു മാതാവിനെ, അതായത് സഭ മാതാവിനെ കൂട്ടിപ്പിടിച്ചു. അപ്പൊ വചനം പറയാണ്, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ, കണ്ടോ, അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അപ്പൊ സാത്താന് യുദ്ധം നമ്മളോടാ. ഇവരോടൊന്നും ഒരു യുദ്ധമില്ല. പരിശുദ്ധ അമ്മയെ തള്ളുന്ന മക്കള് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ്. യേശുവിന്റെ ജ്ഞാനത്താൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ് അവര്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പൊന്നുമക്കളോട് ഞാൻ പറയാണ്, നമ്മുടെ അമ്മ നമുക്ക് ആത്മീയ നാഥയാണ്. നമ്മുടെ അമ്മ എപ്പോഴും നമുക്ക് ഗബ്രിയേൽ ദൈവദൂതൻ ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. അതിൽ പിന്നെ വേറെ ഒന്നും ചേർക്കാനില്ല. കൃപ നിറഞ്ഞവൾ, ഫുൾ ഓഫ് ഗ്രേസ്, അതാണ് പരിശുദ്ധമ്മ. ആ പരിശുദ്ധമ്മോട് നിനക്ക് സ്വസ്തി എന്നാണ് ആ ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞത്. ആ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ പരിശുദ്ധമ്മയോട് സുസ്തി പറഞ്ഞോടാ? അതുകൊണ്ട് ആരൊക്കെ അമ്മയെ സുസ്തി പറയുകയും നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്താൽ പിശാചിന്റെ കൂട്ടം നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ വിട്ടൊഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ബൈബിൾ പഠിക്കുക, വചനം വായിക്കുക, ജപമാല ചൊല്ലുക. എല്ലാ മക്കളെയും ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ ഔസേ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ